നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. നമ്മളിൽ പലരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. 100 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ വിവിധ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചും ബാങ്കുകൾ സമീപിച്ചും ഡിസ്ട്രിബ്യൂട്ടർ വഴിയും അല്ലെങ്കിൽ തനിയെ തന്നെയും ഒക്കെ പലരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, നമ്മൾ വിഡ്രോ കൂടി ചെയ്യേണ്ട ആവശ്യമില്ലേ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫണ്ട് നമ്മൾക്കൊരു ആവശ്യം വരുമ്പോൾ അത് വിഡ്രോ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പം നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്യാംസ് ആണ്. അപ്പോൾ ക്യാംസ് വഴിയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരു ബ്രോക്കറിംഗ് കമ്പനി വഴിയാണ്, ഏഞ്ചൽ ബ്രോക്കറിംഗ് കമ്പനി വഴിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ അവർ ക്യാംസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ക്യാംസ് വഴിയാണ് നമ്മൾ എങ്ങനെ വിഡ്രോ ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടിലെ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇത് മാനേജ് ചെയ്യാം. അവരില്ലാതെ നമുക്ക് ഡയറക്റ്റ് തന്നെ മാനേജ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ റെഡീം ചെയ്യാൻ പോകണം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്യാംസിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാംസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ക്യാംസിൻ്റെ 30ാമത്തെ വർഷം അവർ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ, വാട്സപ്പ് സപ്പോർട്ട്, ഏകദേശം 25 ലക്ഷത്തോളം ഇൻവെസ്റ്റേഴ്സാണ് ക്യാംസ് ത്രൂ അവരുടെ മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത്. അപ്പം ഇത് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അഡീഷണൽ ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. ദെൻ നമ്മളിവിടെ ഈ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഓക്കെ, അല്ലെങ്കിൽ അവൻ്റെ ലിങ്ക് ഉണ്ട്, mycams.camsonline.com എന്ന് പറയുന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ വേറൊരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. നോർമലി ക്യാംസ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ബ്രോക്കറിംഗ് കമ്പനികൾ, ഒരുപാട് ബ്രോക്കറിംഗ് കമ്പനികൾ ത്രൂ ആണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ആ ബ്രോക്കറിംഗ് കമ്പനികൾ കസ്റ്റമേഴ്സിന് ഇവർക്ക് കൊടുക്കും. ഇവരാണ് ശരിക്കും മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് നമ്മുടെ മെയിൽ IDs നമ്മുടെ എൻട്രി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടണിൽ നമ്മൾ പാസ്വേഡ് എൻട്രി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹൂ ഈസ് യുവർ ലാൻഡ് ലൈൻ പ്രൊവൈഡർ, അത് നമ്മുടെ ഒരു സെക്യൂരിറ്റി കോഡ് കൊടുത്തിരുന്നതാണ്, സെക്യൂരിറ്റി കുറച്ച് കീവേഡ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ട്. ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ടാണ്. നമുക്ക് 7.66% ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 221 രൂപയാണ് പ്രോഫിറ്റ് ആയിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഇതിലേക്ക് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പർച്ചേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെഡീം ബട്ടൺ ക്ലിക്ക് ചെയ്യാം വിഡ്രോ ചെയ്യണമെങ്കിൽ. ദെൻ റെഡീം ബട്ടൺ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. പർച്ചേസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും, കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ റെഡീം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് കാര്യങ്ങൾ കാണിക്കും. അതുപോലെ തന്നെ എൻ്റെ പേര് കാണിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, എൻ്റെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ കാണിക്കും. അക്കൗണ്ട് നമ്പറിലേക്ക് ICICI ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ്, അതുവഴിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് ഫണ്ടും റിട്ടേൺ ആയി വരും. ദെൻ അവൈലബിൾ യൂണിറ്റ്സ് 33.548 യൂണിറ്റ്സ് ആണുള്ളത്. ടോട്ടൽ എമൗണ്ട് 7721 രൂപ. നമുക്ക് എങ്ങനെയാണ് റെഡീം ചെയ്യേണ്ടത്, എമൗണ്ട് വൈസ് നമുക്ക് റെഡീം ചെയ്യാം. അപ്പോൾ നമ്മൾ മുഴുവൻ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യാൻ പോകണം. 7721.41 മൊത്തം വിഡ്രോ ചെയ്യാണ്. ഓക്കെ, ഇത്ര എമൗണ്ടാണ് വിഡ്രോ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡീം നൗ എന്ന ബട്ടൺ ഉണ്ട്, റെഡീം നൗ എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. റെഡീം നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാർജസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കും. ജസ്റ്റ് നമ്മളിവിടെ താഴെ പ്രൊസീഡ് ടു അപ്ലിക്കബിൾ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഓക്കെ കൊടുത്തേക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തും. ആദിത്യ ബിർള സൺ ലൈഫ് ഫണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടിൻ്റെ സ്കീമിൻ്റെ പേര്, നമ്മുടെ ബാങ്ക് എമൗണ്ട്, എല്ലാ കാര്യം, മൊബൈൽ നമ്പർ, എല്ലാ കാര്യങ്ങളും വരും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ OTP നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടൺ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, റെഡീം സക്സസ് ആയി. ഈ എമൗണ്ട് നമ്മൾ അന്ന് മുതൽ 2 ദിവസത്തിനുള്ളിൽ ഫണ്ട് വരും. അതായത് ഇന്ന് മുതൽ 2 ദിവസത്തിനുള്ളിൽ ഈ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്തും.
അങ്ങനെയാണ് ഇതിൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും ഒരുപാട് ഫംഗ്ഷൻസ് ഇതിനകത്തുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാൻ പറ്റും. ക്യാമ്പ്സ് ആണ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ മിനിമം എല്ലാ ജില്ലകളിലും ഏകദേശം ഇവർക്ക് ഓഫീസ് ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. നമ്മുടെ കണ്ണൂരുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഓഫീസ് ഉണ്ട്. ഇവരുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ വഴി കോൺടാക്ട് ചെയ്യാം. ശരിക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രോബ്ലം, അതായത് മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ ഏത് ഫണ്ടിൽ എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് നല്ലൊരു അഡ്വൈസർക്ക് മാത്രമേ നമ്മളെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല അഡ്വൈസേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവർ നിർദ്ദേശിക്കുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ശരിക്കും ഒരു അഡ്വൈസോട് കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. അല്ലാതെ മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ബാങ്കിലോ ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര പൈസ വെച്ച് ഞാൻ മാസം ഇടാം എന്ന് പറയുന്നതല്ലാതെ നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ 1 വർഷം കൊണ്ട് ഫണ്ട് വേണം, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് വേണം, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് മതി, അങ്ങനെയൊക്കെയുള്ള നമ്മൾക്കൊരു തീരുമാനം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ആ തീരുമാനത്തിനനുസരിച്ചാണ് അഡ്വൈസർമാർ മ്യൂച്വൽ ഫണ്ട് ഡിസൈൻ ചെയ്യുക. ദെൻ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മ്യൂച്വൽ ഫണ്ട് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ലോങ് ടേമിലേക്കാണ്. അതായത് അതാണ് അതിൻ്റെ ഒരു സത്യസന്ധത എന്ന് പറഞ്ഞത്. ലോങ് ടേമിലാണ്. ഒരു 5 കൊല്ലം 10 കൊല്ലത്തേക്കൊക്കെയാണ് വർക്ക് ചെയ്യുക. മിനിമം 5 വർഷം. അപ്പോൾ അതിന് മുകളിലേക്കാണ് ഇത് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഈ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒക്കെ നമുക്ക് ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വലിയൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ SIP മോഡൽ മ്യൂച്വൽ ഫണ്ട് ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ആരുടെയും വീഡിയോസ് കണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറ്റും. മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് റോണി, signing off. Bye bye.